ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്ന് നോക്കാം. എന്താ ഡെഫിനിഷൻ പറയുന്നത്? ലെറ്റ് എഫ് ഓഫ് എക്സ് ബി ഡിഫൈൻഡ് ഓൺ an ഓപ്പൺ ഇന്റർവെൽ about x naught except possibly at x naught itself. We say that f of x is approached the limit L as x approaches to x naught and write limit x tends to x naught f of x equal to n. ഇത് നമ്മളൊക്കെ ചെയ്തതാണ്, കാരണം ഇൻഫോർമൽ ഡെഫിനിഷൻ എഴുതി വെച്ചതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a corresponding number delta greater than 0 such that for all x 0 less than mod x less than epsilon less than delta implies mod f of x minus l less than epsilon ആണ് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഉണ്ട്, അത് നമുക്ക് സാധാരണ നോർമൽ കേസിൽ നമ്മൾ എഴുതുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന നോർമൽ ഇൻഫോർമൽ ഡെഫിനിഷൻ ആണ്. അതിന് എപ്സിലോൺ ഡെൽറ്റ ഫോമിലേക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ആണ് നമ്മൾ എന്താണ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ എക്സ് നോട്ട് ഈക്വൽ ടു -1 എപ്സിലോൺ ഈക്വൽ ടു 0.5 and L equal to 3, find delta greater than 0 such that 0 less than mod x minus 0 less than delta implies mod f of x minus L less than epsilon. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഇതിന്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം we have find delta is greater than 0 such that എന്താണ്? 0 less than mod x minus x naught less than delta implies mod f of x minus l less than epsilon. അല്ലെ, ഇതേ നേരത്തെ എഴുതി. ഇവിടെ നോക്കുക, എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ -1 ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0.5 ആണ്, എൽ എന്ന് പറഞ്ഞാൽ 3 ആണ്. അത് നേരത്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ എന്താ? 0 less than mod x minus 1 less than delta implies mod f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? f of x equal to 4 minus x square ആണ്. അപ്പൊ മോഡ് 4 minus x square minus 3 less than 0.5 എന്തായി? 0 less than mod x plus 1 less than delta implies subtract 4 3 subtract 1. അപ്പൊ 1 minus x square less than 0.5 ഇത് മാറ്റി എഴുതി. അപ്പൊ മോഡ് 1 മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0.5. നമുക്കറിയാം മോഡ് എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന രീതിയിൽ നമുക്ക് മോഡ് എക്സിനെ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ മാറ്റി എഴുതി. അപ്പൊ ഇങ്ങനെ -0.5 ലെസ് ദാൻ 1 മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 0.5 എന്ന രീതിയിലേക്ക് മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യുക? ഈ 1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താവും? -0.5 -1 less than minus x square less than -1 plus 0.5. സബ്ട്രാക്ട് മൈനസ് മൈനസും എന്തായി പ്ലസ് ആയി. ഇത് രണ്ടും ആഡ് ചെയ്യാം. അപ്പൊ -1.5 less than minus x square -1 plus 0.5 എന്തായി? -0.5. ത്രൂഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എന്താ? 0.5 less than x square less than 1.5 അല്ലെ. ലെസ് ദാൻ മൈനസ് പറയുമ്പോൾ നേരെ തിരിഞ്ഞു വരും. അപ്പൊ 0.5 ആവും ഏറ്റവും ലീസ്റ്റ് വാല്യൂ 1.5 വരും. ഇനി എന്ത് ചെയ്യുക? സ്ക്വയർ അല്ലെ, സ്ക്വയർ മാറ്റുമ്പോൾ എന്താ? റൂട്ട്. അപ്പൊ റൂട്ട് 0.5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ റൂട്ട് 1.5. നമുക്ക് റൂട്ട് 0.5 എന്ന് പറഞ്ഞാൽ വാല്യൂ 0.7 ആണ്. 1.5ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 1.2 ആണ്. അപ്പൊ അതിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ എങ്ങനെ മാറ്റി ചെയ്താൽ നമുക്ക് അല്ലെ എന്താണ്? റൂട്ട് ഓഫ് 0.5 റൂട്ട് 0.5 എന്ന് പറഞ്ഞാൽ 0.7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ അല്ലെ. അടുത്തെന്താണ്?
1.2. നമുക്ക് റൂട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ പ്ലസ് ഓർ മൈനസും ഇതിന് ബാധകമാണ്. അപ്പൊ ഇതിന് ഇനി എങ്ങനെ മാറ്റി എഴുതി നമുക്ക് എക്സ് ബിലോങ്സ് ടു അല്ലെ എക്സ് ബിലോങ്സ് ടു ആരൊക്കെയാണ് 0.7, 1.2 അല്ലെ 1.2 അല്ലെങ്കിൽ ഓർ എക്സ് ബിലോങ്സ് ടു -1.2, -0.7 രീതിയിൽ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എന്താണ് 3 ലെസ് ദാൻ 0.5 എന്ന രീതിയിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് എടുക്കുക. സിൻസ് -1.2 -0.7 is the interval containing x not equal to -1. അപ്പൊ ഈ ഇന്റർവെലിനകത്താണ് എക്സ് നോട്ട് ഈക്വൽ ടു -1 ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഏത് ഈ ഇന്റർവെൽ ഇതിനകത്ത് എക്സ് നോട്ടിന്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഇന്റർവെൽ എന്തില്ല ഇടിക്കില്ല. അപ്പൊ ഏതെടുക്കുന്നുള്ള നമ്മള് ഇന്റർവെല് അല്ലെ -1.2 to -0.7 ആണ് ഇന്റർവെല് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ എക്സ് ബിലോങ്സ് ടു -1.2, -0.7 implies mod f of x minus 3 that is less than 0.5 എന്ന രീതിയിൽ എടുത്തു. ഇനി എന്ത് ചെയ്യാം, we have to find delta is greater than 0 such that എങ്ങനെ മാറ്റിയതാ x naught minus delta x naught plus delta എന്ന ഫോർമുല. ഇവിടെ എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ -1 minus delta, -1 plus delta സബ്സെറ്റ് ഓഫ് ഏതാണ് ഇന്റർവെല് നമുക്ക് -1.2, -0.7 ആണ്. ഇനി എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യണം, ഡെൽറ്റ കിട്ടണം. ഇവിടെ ചൂസ് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ്, ഇവിടെ എഴുതുന്ന ശ്രദ്ധിക്കുക, ആദ്യം ഏത് എഴുതുക എക്സ് നോട്ട് എഴുതുക, പിന്നെ എന്ത് ചെയ്യുക മൈനസ് ഈ പോയിന്റ് -1.2, അടുത്ത എന്ത് ചെയ്യുക ഇതെടുത്ത് എഴുതി ഏതാണ് പോയിന്റ് മൈനസ്, എന്നിട്ട് എന്ത് ചെയ്യുക മൈനസ് എന്ത് ചെയ്യുക എക്സ് നോട്ട് ചെയ്യുക. അപ്പൊ ഈക്വൽ ടു മിനിമം ഓഫ് എക്സ് നോട്ടിന്റെ മൈനസ് ആണ്, മൈനസ് പ്ലസ് 1.2 -0.7 എക്സ് നോട്ട് എന്താണ് -1 ആണ്, ഈക്വൽ ടു ദ മിനിമം ഓഫ് -1 plus 1.2 -0.7 plus 1 ആയി എന്ത് ചെയ്യാ സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ മിനിമം ഓഫ് എന്നിട്ട് 0.2, 0.3. ഇപ്പൊ 0.2ന്റെയും 0.3ന്റെയും മിനിമം വാല്യൂ എന്ന് പറഞ്ഞ ആരാണ് 0.2 ആണ്. അപ്പൊ ഡെൽറ്റ എന്ത് കിട്ടി 0.2 കിട്ടി. എന്ത് ചെയ്യാ then 0 less than mod x minus x naught less than delta implies 0 less than mod x naught ന്റെ വാല്യൂ -1, ഡെൽറ്റന്റെ വാല്യൂ 0.2. അപ്പൊ ഒന്നും കണ്ടെത്തിക്കണേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ 0 less than mod x plus 1 less than 0.2 അല്ലെ. അപ്പൊ എന്ത് പറയാം x belongs to എന്താണ് x naught minus delta, x naught plus delta ആണ്. അപ്പൊ x belongs to x naught -1 ഡെൽറ്റന്റെ വാല്യൂ 0.2, x naught -1 ഡെൽറ്റന്റെ വാല്യൂ 0.2 implies x belongs to add ഇപ്പൊ -1.2 എന്തായി -0.8 സബ്സെറ്റ് ഓഫ് ആരുടെയാണ് -1.2, -0.7. അപ്പൊ implies എന്ത് പറയും മോഡ് f of x minus 3 less than 0.5. ഇതാണ് നമ്മളെ എന്താണ് എപ്സിലോൺ ഡെൽറ്റ ഡെഫിനിഷൻ ഉപയോഗിച്ച് നമ്മൾ ആ ഫംഗ്ഷൻ വാല്യൂ കണ്ടെത്തി. ഇതേപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് f of x equal to 1/x, x not equal to 4, epsilon 0.05 and L equal to 1/4, find delta greater than 0 such that 0 less than mod x minus x not less than delta implies mod f of x minus L less than epsilon. അപ്പൊ എങ്ങനെ നമുക്ക് നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെയാണ്, ചെറിയൊരു മാറ്റമൊന്നുമില്ല. we have to find എന്താണ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 such that 0 less than mod x minus x naught less than delta implies mod f of x minus L less than epsilon. ഇവിടെ x naught എന്ന് പറഞ്ഞാൽ 4 ആണ്, epsilon എന്ന് പറഞ്ഞാൽ 0.05 ആണ്, L എന്ന് പറഞ്ഞാൽ 1/4 ആണ്.
എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. അപ്പൊ എക്സ് നോട്ടിന്റെയും എപ്സിലോണിന്റെയും എല്ലിന്റെയും എഫ് ഓഫ് എക്സും കിട്ടി. നേരെ ഈക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പൊ എന്താ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 4 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലീസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. എൽ എന്ന് പറഞ്ഞാൽ 1/4 ലെസ് ദാൻ എപ്സിലോണിന്റെ വാല്യൂ 0.05. ഇത് നേരെ എടുത്ത് എഴുതി 1/x മൈനസ് 1/4 ലെസ് ദാൻ 0.05. നമുക്കറിയാം മോഡ് അല്ലെ എക്സ് എന്ന് പറഞ്ഞ് ഈക്വൽ ടു എ ആണെങ്കിൽ എങ്ങനെ മൈനസ് എ എക്സ് ലെസ് ദാൻ എ എന്ന രീതിയിൽ എഴുതാം. അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോൾ -0.05 ലെസ് ദാൻ 1/x മൈനസ് 1/4 ലെസ് ദാൻ 0.05. ഈ 1/4 ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്തായി പ്ലസ് ആയി 1/4 മൈനസ് 0.05 ലെസ് ദാൻ 1/x ലെസ് ദാൻ 1/4 പ്ലസ് 0.05 ആയി. ഇനി നമുക്കറിയാം 0.05 എന്ന് പറഞ്ഞാൽ 1/20 ആണ്. അപ്പൊ ഇതിനെ മാറ്റി 1/4 മൈനസ് 1/20 ലെസ് ദാൻ 1/x ലെസ് ദാൻ 1/4 അല്ലെ പ്ലസ് 1/20. ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതിനെ താഴെ 20 ആക്കാൻ നോക്കാം. അപ്പൊ എന്ത് ചെയ്യുക അതിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം മുകളിൽ താഴെ. എന്താ 5 × 1 5/20 മൈനസ് 1/20 ലെസ് ദാൻ 1/x. ഇവിടെ 5 കൊണ്ടുമ്പോ 5 താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ 20 പ്ലസ് 1/20. സബ്ട്രാക്ട് ചെയ്യാം. 5 ന്ന് 1 സബ്ട്രാക്ട് ചെയ്താൽ 4/20 ആയി ലെസ് ദാൻ 1/x ആഡ് ചെയ്യപ്പോ 6/20 ആയി അല്ലെ. ഡിവിഷൻ നടത്തുക എത്രയായി 4/20 ഒന്ന് 2 കൊണ്ട് ഡിവിഷൻ 2/10 ആയി ലെസ് ദാൻ 1/x ലെസ് ദാൻ 6 എങ്ങനെ 3 × 2 ആയി 20 എങ്ങനെ 10 × 2 2 ക്യാൻസൽ ആയി പോയി. അപ്പൊ 3/10 ആയി. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടി അല്ലെ 1/5 ലെസ് ദാൻ 1/x ലെസ് ദാൻ 3/10 ആയി അല്ലെ. നമുക്ക് എക്സിന്റെ മാത്രം കിട്ടി. അപ്പൊ റെസിപ്രോക്കൽ ചെയ്യാം. അപ്പൊ എല്ലാത്തിനും റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10/3 ആയി. അപ്പൊ ഈ ഇനീക്വാലിറ്റി തെറ്റാണ്. കാരണം എന്താ 10/3 ആണ് ഏറ്റവും സ്മോളസ്റ്റ്. അപ്പൊ ഇതിന് എങ്ങനെ എഴുതി 10/3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 എന്ന രീതിയിലേക്ക് മാറി അല്ലെ. അപ്പൊ ഒന്ന് റെസിപ്രോക്കൽ എടുത്തപ്പോ 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10/3 ആയി. ഇനീക്വാലിറ്റി തെറ്റാണ്. ഏറ്റവും സ്മോളസ്റ്റ് വരെയാണ് ഇവിടെ എത്തേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു 10/3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5ലേക്ക് മാറ്റി. അപ്പൊ എക്സ് ബിലോങ്സ് ടു ഇപ്പൊ കിട്ടി. എക്സ് ബിലോങ്സ് ടു 10/3, 5 ആയി. ഇംപ്ലൈ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് 1/4 ലെസ് ദാൻ 0.05. അപ്പൊ എങ്ങനെ ഇതാ ഫൈൻഡ് ഡെൽറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എന്താണ് x0 മൈനസ് ഡെൽറ്റ x0 പ്ലസ് ഡെൽറ്റ ആയി. ഇംപ്ലൈസ് എങ്ങനെ ഇതാ x0 വാല്യൂ 4 ആണ്. 4 മൈനസ് ഡെൽറ്റ 4 പ്ലസ് എന്തായി ഡെൽറ്റ. സബ്സെറ്റ് ഓഫ് ഏതാണ് ഇന്റർവെൽ 10/3, 5 ആണ്. ഇനി എന്ത് ചെയ്യാ ചൂസ് ചെയ്യാം നമുക്ക് ഡെൽറ്റനെ. ഡെൽറ്റ ഈക്വൽ ടു ദ മിനിമം ഓഫ് ആദ്യം നമ്മൾ x0 എഴുതണം അല്ലെ x0 പിന്നെ എന്ത് ചെയ്യാ ഈ വാല്യൂ എടുത്ത് എഴുതുക. ഇവിടെ ആരാ 10 മൈനസ് 10/3 അടുത്തത് 5 എഴുതി മൈനസ് x0 ആണ് ഈക്വൽ ടു മിനിമം ഓഫ് x0 4 ആണ്. അപ്പൊ 10/3 5 മൈനസ് അല്ലെ x0 4 ഈക്വൽ ടു ദി മിനിമം ഓഫ് ഇതിന്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 12 മൈനസ് 10/3 ഇത് 1 ആണ്. ഇനി 12നെ എന്ത് ചെയ്യുക 10 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2/3 ആണ് പിന്നെ 1. അപ്പൊ അതിൽ മിനിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 2/3. അപ്പൊ ഇവിടെ ഡെൽറ്റന്റെ വാല്യൂ എന്തായി 2/3. അപ്പൊ എങ്ങനെ മാറ്റിയത് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് x0 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് x0 വാല്യൂ 4 ഡെൽറ്റന്റെ വാല്യൂ 2/3 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ മാറ്റിയതാം ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു സബ്സെറ്റ് ഏതാണ് അല്ലെ x0 മൈനസ് ഡെൽറ്റ x0 പ്ലസ് ഡെൽറ്റ ഒരേ ഫോർമാറ്റിലാണ് പോകുന്നത്. എക്സ് ബിലോങ്സ് ടു x0 വാല്യൂ 4 ഡെൽറ്റന്റെ വാല്യൂ 2/3 ആണ്. അപ്പൊ x0 വാല്യൂ 4 ഡെൽറ്റന്റെ വാല്യൂ 2/3. അപ്പൊ എന്താ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു 12 മൈനസ് 2/3 12 പ്ലസ് 2/3 അല്ലെ 4 × 2 12 4 × 3 12. അപ്പൊ എക്സ് ബിലോങ്സ് ടു 10/3 14/3 ആയി മാറി. ഇതാരാണ് സബ്സെറ്റ് ഓഫ് 10/3,
5 ആണ്. അപ്പൊ എന്ത് പറയാം? ഇംപ്ലൈസ് മോഡ് f of x minus 1/4 is less than 0.05. നമ്മൾ എപ്സിലോൺ ഡെൽറ്റ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി ഇതിന്റെ വാല്യൂ ഡെൽറ്റന്റെ വാല്യൂ കണ്ടെത്തി. ഇനി നെക്സ്റ്റ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റ്യൻ പറയണേ if f of x equal to 2x minus 4 x not equal to 5 epsilon equal to 0.2 and L equal to 6, find delta is greater than 0 such that 0 less than mod x minus x naught less than delta implies mod f of x minus epsilon mod f of x minus L less than epsilon. ഇപ്പൊ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ തന്നിക്കണം എന്താണ് നമുക്കറിയാം. നമുക്ക് എങ്ങനെ എഴുതാം? We have to find എന്താണ് delta greater than 0 such that നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ എന്താണ് 0 less than x x naught great epsilon delta implies mod f of x minus L less than epsilon. ഇവിടെ നമുക്കറിയാം f of x എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് 2x minus 4 ആണ്. x naught എന്ന് പറഞ്ഞാൽ 5 ആണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0.2 ആണ്. L എന്ന് പറഞ്ഞാൽ 6 ആണ്. നേരെ ഈക്വേഷനിലേക്ക് അപ്ലൈ. ഇപ്പൊ 0 less than mod x minus x naught എന്ന് പറഞ്ഞാൽ 5 less than delta implies f of x എന്ന് പറഞ്ഞാൽ 2x minus 4 L എന്ന് പറഞ്ഞാൽ 6 less than epsilon എന്ന് പറഞ്ഞാൽ 0.2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 2x minus ഇവിടെ 10 ആയി 4 minus 6 എന്ന് പറഞ്ഞാൽ 10 ആയി less than 0.2. നമുക്കറിയാം mod x equal to a. അപ്പൊ എങ്ങനെ മൈനസ് എ ലെസ് ദാൻ ഈക്വൽ ടു എ. അപ്പൊ ഈക്വൽ ടു ആണ് ചേർക്കാം. ഞാൻ ഈക്വൽ ടു ഒഴിവാക്കാണ്. മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. അതേപോലെ തന്നെ മാറ്റുമ്പോ മൈനസ് 0.2 ലെസ് ദാൻ 2x മൈനസ് 10 ലെസ് ദാൻ 0.2. ഈ 10 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പൊ എന്താവും 10 മൈനസ് 0.2 ലെസ് ദാൻ 2x ലെസ് ദാൻ 0.2 പ്ലസ് 10 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9.8 ലെസ് ദാൻ 2x less than 10.2 ആയി. ഡിവിഷൻ നടത്തുക 2 കൊണ്ട്. അപ്പൊ എന്താവും 4.9 less than x less than 5.1 ആയി. അപ്പൊ x belongs to 4.9, 5.1 implies എന്താവും mod f of x minus L ന്റെ വാല്യൂ 6 ആണ് ലെസ് ദാൻ എപ്സിലോണിന്റെ വാല്യൂ 0.2. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഡെൽറ്റ കണ്ടുപിടിക്കാം. അപ്പൊ ഫൈൻഡ് ഡെൽറ്റ is greater than 0 such that x minus delta x plus delta implies എന്താവും x നോട്ടിന്റെ വാല്യൂ 5 minus delta 5 plus delta is subset of എന്താണ് 4.9, 5.1. ഇനി എന്ത് ചെയ്യാ? ചൂസ് ചെയ്യാം. ചൂസ് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് x നോട്ട് മൈനസ് എന്താണ് 4.9 ഇനി 5.1 എന്താണ് മൈനസ് എക്സ് നോട്ട് ആണ് ഈക്വൽ ടു മിനിമം ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ എത്രയാണ് 5 ആണ്. 5 മൈനസ് 4.9 5.1 മൈനസ് 4 എന്താണ് 5 ആണ് നമ്മളെ എക്സ് നോട്ടിന്റെ വാല്യൂ ഈക്വൽ ടു മിനിമം ഓഫ് 5 മൈനസ് 4.9 എന്ന് പറഞ്ഞാൽ 0.1. അടുത്ത 5.1 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 0.1. അപ്പൊ ഡെൽറ്റന്റെ വാല്യൂ മിനിമം വാല്യൂ ഇവിടെ രണ്ടും സെയിം ആയതുകൊണ്ട് മിനിമം വാല്യൂ എത്രയായി 0.1. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു 0.1 ആയി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ എന്താണ് ഡെൽറ്റ ഇംപ്ലൈസ്. അപ്പൊ 0 ലെസ് ദാൻ എക്സ് നോട്ടിന്റെ വാല്യൂ 5 ഡെൽറ്റന്റെ വാല്യൂ 0.1 ദാറ്റ് ഈസ് എന്തിനാണ് എക്സ് സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് ഡെൽറ്റ x plus delta implies x belongs to x not 5 delta 0.1 5 plus 0.1. അപ്പൊ എങ്ങനെ എഴുതാ? x belongs to 4.9, 5.1 implies അത് ആരുമായി സബ്സെറ്റ് ആണ് വേണമെങ്കിൽ പറയാം 4.9, 5.1 അപ്പൊ implies mod f of x minus ഇവിടെ ആരാണ് L 6 ലെസ് ദാൻ 0.2 ആയി. നമുക്ക് ഡെൽറ്റ ഫംഗ്ഷൻ നമ്മൾ എന്തെത്തി കണ്ടെത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ഇഫ് f of x equal to x plus 1 x not equal to 4 epsilon equal to 0.01 and L equal to 5 find delta is greater than 0 such that 0 less than mod x minus x naught less than delta implies
മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ ഒരു സ്റ്റെപ്പ് ഒന്നും മാറ്റുന്നില്ല, നമ്പേഴ്സുകൾ വാല്യൂസ് ഒക്കെ ഫംഗ്ഷൻ വാല്യൂ ഒക്കെ മാറിയിട്ടു. അപ്പൊ വി ഹാവ് എന്താണ് ടു ഫൈൻഡ് ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എന്താണ് അല്ലെ 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1 ആണ്, എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ 4, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0.01, എൽ എന്ന് പറഞ്ഞാൽ 5 ആണ്. നേരെ അപ്ലൈ. അപ്പൊ 0 ലെസ് ദാൻ എക്സ് നോട്ടിന്റെ വാല്യൂ 4 ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് 1, എക്സ് നോട്ടിന്റെ വാല്യൂ 4 ആണ്, അടുത്ത എൽ ആണ് ഇവിടെ വാല്യൂ, എൽ എത്ര 5 ലെസ് ദാൻ എപ്സിലോൺ 0.01. അപ്പൊ മോഡ് അല്ലെ 5 നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താൽ 4 ലെസ് ദാൻ എന്താണ് 0.1. ഇപ്പൊ സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മോഡ്സിനെ ഒഴിവാക്കുമ്പോൾ എന്താവും -0.01 ലെസ് ദാൻ എക്സ് മൈനസ് 4 ലെസ് ദാൻ 0.01. ഈ 4 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ 4 -0.01 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4 പ്ലസ് 0.01 സബ്ട്രാക്ട് ചെയ്യാം. 4 നിന്ന് 0.04 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 3.99 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ആഡ് ചെയ്യാം. അപ്പൊ 0.01. അപ്പൊ എന്ത് പറയാം എക്സ് ബിലോങ്സ് ടു 3.99, 4.01 implies mod f of x minus x എല്ലിന്റെ വാല്യൂ എന്താണ് 5 ആണ് ലെസ് ദാൻ 0.01. എന്താ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എക്സ് നോട്ട് മൈനസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ അല്ലെ. അപ്പൊ എങ്ങനെ ചെയ്താ അല്ലെ ഇംപ്ലൈസ് എക്സ് നോട്ടിന്റെ വാല്യൂ 4 ആണ്, 4 മൈനസ് ഡെൽറ്റ 4 പ്ലസ് ഡെൽറ്റ സബ്സെറ്റ് ഓഫ് 3.99, 4.01 ആണ്. ഇനി എന്ത് ചെയ്യാ വി ചൂസ്, നമ്മൾ എന്ത് ചെയ്യാ ഡെൽറ്റനെ ചൂസ് ചെയ്യാം. ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് എന്താണ് എക്സ് നോട്ട് മൈനസ് 3.99, അടുത്ത വാല്യൂ ഏതായിരുന്നു അല്ലെ 4.01 അല്ലെ മൈനസ് എക്സ് നോട്ട് എന്ന രീതിയിലായിരുന്നു. ഈക്വൽ ടു മിനിമം ഓഫ് എക്സ് നോട്ടിന്റെ വാല്യൂ 4 മൈനസ് 3.99 അടുത്ത് 4.01 മൈനസ് എന്താണ് 4 സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്താവും മിനിമം ഓഫ് 0.01 ഇതും 0.01 രണ്ടിലും ഒരേ വാല്യൂ ആണ്. മിനിമം വാല്യൂ എത്രയായി 0.01. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു 0.01 ആണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യാ വാല്യൂസ് 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് 4 ലെസ് ദാൻ 0.01 implies x belongs to x naught minus delta x naught plus delta മാറി implies x belongs to x naught ന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ് 4 ആണ്, ഡെൽറ്റന്റെ വാല്യൂ 0.01, 4 plus 0.1 implies എന്താണ് x belongs to 3.99, 4.01 is a subset of 3.99, 4.01 imply എന്താണ് f of x മൈനസ് അല്ലെ മറ്റേ വാല്യൂ എൽ വാല്യൂ ആണ് 5 ലെസ് ദാൻ എപ്സിലോൺ, എപ്സിലോൺ അത്ര 0.01 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? if f of x equal to root x plus 1, x not equal to 0, epsilon equal to 0.1 and L equal to 1, find delta is greater than 0 such that 0 less than mod x minus x not less than delta implies mod f of x minus L less than epsilon. ഇവിടെ f of x എന്തായി മാറിയുന്നുള്ളൂ റൂട്ട് ആയിരുന്നുള്ളൂ. അപ്പൊ x നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ 0.1 ആണ്, L എന്ന് പറഞ്ഞാൽ 1 ആണ്, f of x എന്ന് പറഞ്ഞാൽ റൂട്ട് x plus 1 ആണ്. നേരെ ഇതിലേക്ക് അപ്ലൈ. അപ്പൊ എന്താവും ആ സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? വി ഹാവ് ടു ഫൈൻഡ് എന്തായിരുന്നു ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് എന്തായിരുന്നു 0 ലെസ് ദാൻ മോഡ് എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ 0 ലെസ് ദാൻ എക്സ് മൈനസ് എക്സ് നോട്ടിന്റെ വാല്യൂ 0 ലെസ് ഡെൽറ്റ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് എന്താണ് റൂട്ട് എക്സ് പ്ലസ് 1, എൽ എന്ന് പറഞ്ഞാൽ 1, എപ്സിലോണിന്റെ വാല്യൂ 0.1. ഇത് മാറ്റി എഴുതി എന്താണ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് 1 ലെസ് ദാൻ 0. അപ്പൊ ഈ മോഡലസ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ മൈനസ് 0.1 ലെസ് ദാൻ റൂട്ട് എക്സ് പ്ലസ് 1 മൈനസ് 1 ലെസ് ദാൻ 0.1. ഇനി 1 എന്ത് കൊണ്ടുപോകാം? അപ്പൊ എന്താ ഇംപ്ലൈസ് 1
അല്ലെ പ്ലസ് ആയി മാറി. അപ്പൊ -0.1 ലെസ് ദാൻ റൂട്ട് എക്സ് പ്ലസ് 1 ലെസ് ദാൻ 1 പ്ലസ് 0.1. 1 നിന്ന് എന്ത് ചെയ്യുക 0.1 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താവും 0.9 ലെസ് ദാൻ എന്തായി റൂട്ട് എക്സ് പ്ലസ് 1 ലെസ് ദാൻ ആണ് 1. എന്ത് ചെയ്യുക റൂട്ടിനെ ഒഴിവാക്കണം. അപ്പൊ ഇതിന് സ്ക്വയർ ചെയ്താൽ പോലെ 0.9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.81. ഇവിടെ എക്സ് പ്ലസ് 1 ലെസ് ദാൻ ഇനി എന്ത് ചെയ്യാം 1.1 സ്ക്വയർ 1.21. ഇനി 1 കൊണ്ടുവന്നു 0.81 മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1.21 മൈനസ് 1 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ -0.19 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0.21. എക്സ് ബിലോങ്സ് ടു 0.19 0.21 implies mod f of x മൈനസ് L എന്ന് പറഞ്ഞാൽ 1 ആണ് ലെസ് ദാൻ 0.1. എന്ത് ചെയ്യാ ഫൈൻഡ് ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് x0 മൈനസ് ഡെൽറ്റ x0 പ്ലസ് ഡെൽറ്റ. അപ്പൊ x0ന്റെ വാല്യൂ ഇവിടെ നമുക്ക് അറിയാം എന്താണ് 0 ആണ്. ഡെൽറ്റന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ എന്താ ഇവിടെ ഇംപ്ലൈസ് ഡെൽറ്റ കോമ ഡെൽറ്റ അല്ലെ അത് സബ്സെറ്റ് ഓഫ് എന്താണ് -0.19 കോമ 0.21. എന്ത് ചെയ്യാം നമ്മൾ ചൂസ് ചെയ്യാണ് ആര് ഡെൽറ്റ. ചൂസ് ഡെൽറ്റ ഈക്വൽ ടു മിനിമം ഓഫ് അല്ലെ ഈ ആദ്യം പോയിന്റ് ഏതാണ് വരുന്നത് അല്ലെ x0 എന്ന പോയിന്റ് മൈനസ് എന്താണ് -1.19 കോമ അടുത്തത് 0.21 മൈനസ് x0 ആണ്. അപ്പൊ എന്താവും ഈക്വൽ ടു ദ മിനിമം ഓഫ് അല്ലെ x0ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ മൈനസ് മൈനസ് അല്ലെ 0 മൈനസ് മൈനസ് 0.19 അല്ലെ അടുത്തത് 0.21 മൈനസ് 0 ആണ്. മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പൊ എന്തുള്ളൂ മിനിമം ഓഫ് 0.19 കോമ 0.21. ഇതിൽ മിനിമം വാല്യൂ ആരാ 0.19 ആണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ ചെയ്താ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ x0 ലെസ് ദാൻ എന്തായി ഡെൽറ്റ ഇംപ്ലൈസ് 0 ലെസ് ദാൻ x0ന്റെ വാല്യൂ 0 ആണ് ഡെൽറ്റന്റെ വാല്യൂ 0.19 ആണ്. അപ്പൊ എന്താവും ഇംപ്ലൈസ് 0 ലെസ് ദാൻ മോഡ് എക്സ് ലെസ് ദാൻ 0.19. എന്ത് മാറ്റി എഴുതി എക്സ് ബിലോങ്സ് ടു x0 മൈനസ് ഡെൽറ്റ x0 പ്ലസ് ഡെൽറ്റ ആയി. ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു x0ന്റെ വാല്യൂ 0 ആണ് ഡെൽറ്റന്റെ വാല്യൂ 0.19 ആണ്. അപ്പൊ 0 പ്ലസ് 0.19 implies x belongs to -0.19 plus 0.19. ഇതെന്താണ് സബ്സെറ്റ് ഓഫ് എന്താണ് വരുന്നത് സബ്സെറ്റ് -0.19 0.21. അപ്പൊ എന്ത് പറയാം implies mod f of x മൈനസ് L1 ആണ് 0.1 ആണ് നമ്മളെ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക.